മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ഇന്നത്തെ എല്ലാ അധ്വാനങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ ഓരോരുത്തരെയും പരിപാലിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 17-ാമത്തെ അധ്യായത്തിൻ്റെ 9 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോനാഥൻ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ഈശോ കുരിശിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയ ഉപദേശങ്ങൾ അവർക്ക് കൊടുക്കുന്നതിന് പകരം അവർക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആരെല്ലാം ഈശോയെ സ്നേഹിക്കുന്നുവോ, ഈശോയുടെ കൂടെ നിൽക്കുന്നുവോ, ഈശോയുടെ വചനം പാലിക്കുന്നുവോ അവരൊക്കെ ഈശോയുടെ പ്രിയപ്പെട്ടവരാ. അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സംരക്ഷണം എന്ന് പറയുന്നത് ഈശോയുടെ പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി ഈശോയുടെ പ്രാർത്ഥനയാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി പിതാവായ ദൈവത്തിന് മുമ്പിൽ ഈശോ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ കൃപ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയണമെങ്കിൽ ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരായിട്ട് നമുക്ക് ജീവിക്കാം. ഈശോയുടെ പ്രിയ മക്കളായിട്ട് നമുക്ക് മാറാം. ഈശോയെ നമുക്ക് സ്നേഹിക്കാം. ഈശോയുടെ വചനങ്ങൾ പാലിക്കാം. വീണ്ടും ഈശോ പ്രാർത്ഥിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ടവരെ ലോകത്തിൽ നിന്ന് എടുക്കണമല്ല, ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമെന്ന്. ഈ ലോകത്തിലാണ് അവരിനി ജീവിക്കാൻ പോകുന്നത്. പിതാവേ, അവരെ ഇവിടുന്ന് എടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്, പക്ഷെ ദുഷ്ടരിൽ നിന്ന് കാത്തുകൊള്ളണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകത്തിൻ്റെതല്ലാത്തതുപോലെ ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. അപ്പോഴാണ് ഈശോയുടെ ഈ പ്രാർത്ഥനയുടെ കൃപ നമുക്ക് ലഭിക്കുന്നത്. വള്ളം വെള്ളത്തിലാണ് കിടക്കേണ്ടത്, വെള്ളം വള്ളത്തിലല്ല. വള്ളത്തിൽ വെള്ളം കയറിയാൽ വള്ളം മുങ്ങിപ്പോകും. നമ്മുടെ ജീവിതത്തിലും ലോകം നമ്മുടെ ഉള്ളിൽ കയറരുത്. ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും ലോകം നമ്മുടെ ഉള്ളിൽ കയറരുത്. നമ്മൾ ലോകത്തിന് മേലെ നിൽക്കണം. നമ്മുടെ ഉള്ളിൽ ലോകം കയറിയാൽ നമ്മുടെ ജീവിതത്തിന് നാശമുണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ലോകത്തിൻ്റെ സുഖങ്ങൾ, ലോകത്തോടുള്ള അമിതമായ ആസക്തി, ലോകത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ലോകം നൽകുന്ന വഞ്ചന, ലോകത്തിൻ്റെ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ, ഒരു വള്ളത്തിൽ വെള്ളം കയറിയാൽ അത് മുങ്ങിപ്പോകുന്നത് പോലെ ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറിയ ലോകത്തിൽ നമ്മൾ മുങ്ങിപ്പോകും, നമ്മൾ നാശമടയുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. ലോകത്തിലായിരിക്കുമ്പോഴും ലോകത്തിൻ്റെ മൂല്യങ്ങൾക്കല്ല, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾക്ക് ജീവിതത്തിൽ വില നൽകുവാനും ക്രിസ്തുവിൻ്റെ വഴിയെ പിൻചെല്ലുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്ന് ഈ തിരുവചനം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. ഈശോനാഥൻ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ മാറ്റിക്കളയണമെന്ന് പ്രാർത്ഥിക്കുന്നില്ല, പക്ഷേ ലോകത്തിൽ വിശ്വസ്തയോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ മാറണമെന്ന് പ്രാർത്ഥിക്കും. പക്ഷേ ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ലോകത്തിൽ വിശ്വസ്തയോടെ നിൽക്കണമെന്നുള്ളതാണ്. ഈ പ്രതിസന്ധികൾക്കിടയിലും ഈ പ്രലോഭനങ്ങൾക്കിടയിലും എത്രമാത്രം വിശ്വസ്തയോടെ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് ഈശോ പരിശോധിക്കും. വിശ്വസ്തരാകുക എന്ന് ഈശോ പഠിപ്പിക്കുക. വിശ്വസ്തത അത് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാക്കി നമ്മെ മാറ്റും. അപ്പോൾ ഈശോയുടെ പ്രാർത്ഥനയുടെ കൃപ മുഴുവനും നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ നമുക്കായി ഇപ്പോഴും പിതാവായി ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നുണ്ട്, നമുക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ കൃപ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ വിശ്വസ്തയോടെ ഈശോയുടെ പ്രിയപ്പെട്ട മകനായി മകളായി ദൈവവചനത്തിൻ്റെ വഴിയിലൂടെ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കരങ്ങളെ യാചനയോടെ പിടിക്കാം. ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്കൂടെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്ന ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും
നാരകീയ ശക്തിയിലെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ. എല്ലാ അസ്വസ്ഥതകളും വിട്ടുമാറട്ടെ. ഈശോയെ, ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ വഴികളിൽ അങ്ങയുടെ സാന്നിധ്യം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.